നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വേദനയുണ്ടോ ഗൗതം? ഒന്നുമില്ല, നീ പേടിക്കാതിരിക്കെ. ഞാൻ എങ്ങനെ പേടിക്കാതിരിക്കും? ഗൗതമിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അതിനൊന്നും സംഭവിച്ചില്ലല്ലോ, പിന്നെന്താ? ഇവിടെ ഇരിക്കെ. വെറുതെ ഓരോന്ന് പറഞ്ഞ എന്നെ കൂടെ ടെൻഷൻ ആക്കല്ലേ. എപ്പോഴും കെയർഫുള്ളായി വണ്ടി ഓടിക്കുന്ന ആളല്ലേ ഗൗതം? എന്നിട്ട് എന്താ പറ്റിയത്? പറ്റിയത് പറ്റി, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ അപകടം പറ്റുമെന്ന് ദൈവം മുൻകൂട്ടി സൂചന തന്നതല്ലേ? അതാ അവശകുനം പോലെ ഇവിടെ നിറങ്ങാൻ നേരം ആ കാറ് സ്റ്റാർട്ട് ആവാതിരുന്നത്. അത് ഗൗനിച്ചില്ല, പകരം അടുത്ത കാറും എടുത്തോണ്ട് ഗൗതം അങ്ങ് പോയി അല്ലേ? ദൈവം വരാൻ പോകുന്ന ആപത്തുകളുടെ ചില സൂചനകൾ നമുക്ക് നൽകും. അത് തിരിച്ചറിയാതെ പോകുന്നതാണ് നമ്മുടെ തെറ്റ്. ഇത് യാദൃശ്യമായിട്ട് സംഭവിച്ച അപകടമൊന്നുമല്ല, മനഃപൂർവ്വം ചെയ്തൊരു ചതിയാത്. ചതിയോ? ഗൗതം എന്താ ഉദ്ദേശിക്കുന്നത്? ആക്സിഡന്റ് ഉണ്ടാവുന്നതിന് വേണ്ടി മനഃപൂർവ്വം ബ്രേക്ക് കട്ട് ചെയ്ത് വിട്ടതാണെന്ന്. ആരായിരിക്കും അത് ചെയ്തത്? വേറെ ആര്? ശിവാനി തന്നെ. ശിവാനിയോ? അവള് തന്നെ. അതിന് അവൾക്ക് എന്നോടല്ലേ പകയുള്ളത്? അതിന് ഗൗതമിനെ അവൾ എന്തിനു ദ്രോഹിക്കണം? ആ കണി എനിക്ക് വേണ്ടിയല്ല ഒരുക്കിയത്, നിനക്ക് വേണ്ടിയാ. എന്നെ കൊല്ലാൻ വേണ്ടി ശിവാനി പ്ലാൻ ചെയ്ത് ഒപ്പിച്ച പണിയായിരുന്നു ഇത്. നീ രാവിലെ അമ്പലത്തിൽ പോകുന്നറിഞ്ഞിട്ട് മനഃപൂർവ്വം ആ കാറിന്റെ ബ്രേക്ക് കട്ട് ചെയ്യിച്ചതാ, ആരെയോ കൊണ്ട്. ദൈവം സഹായിച്ചു എന്ന് വേണം പറയാൻ. അതുകൊണ്ടാ എന്റെ കാറ് രാവിലെ സ്റ്റാർട്ടാവാതിരുന്നതും ഞാൻ നീ പോകാനിരുന്ന ആ കാർ എടുത്തുകൊണ്ട് പോയതും. അല്ലെങ്കിൽ ഈ ട്രാപ്പിൽ നീ പെട്ടുപോയേനെ.